ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങളൊരു യൂട്യൂബറാണ്. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ചാനൽ നിലവിലില്ല, അല്ലെങ്കിൽ അത് റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ആയിട്ട് പിന്നീട് ആക്സസ് ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. അപ്പൊ നമ്മൾ പിന്നെ ചിന്തിക്കുക, ആ ഒരു യൂട്യൂബ് ചാനൽ റിക്കവർ ചെയ്തെടുക്കാനാണ്. അപ്പൊ ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും വരാം, മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമല്ല, ന്യൂ യൂട്യൂബേഴ്സിനും വരാം. ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പലരും ഇത് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു ന്യൂ യൂട്യൂബറുടെ ചാനൽ ഇതുപോലെ നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചെടുക്കാൻ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് നമ്മൾ ചാനലിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ചാനലിന്റെ URL അവരെ കയ്യിലില്ല, ചാനൽ റിമൂവ് ആയി പോയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആ ഒരു URL ഫൈൻഡ് ചെയ്യാന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലർക്കും ജിമെയിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജിമെയിലിൽ യൂട്യൂബിന്റെ ഭാഗത്ത് വന്ന ഇമെയിലൊക്കെ ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ച് നമ്മളങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ഒരു ചാനൽ നഷ്ടപ്പെടുമ്പോൾ, ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ, ആ ഒരു ജിമെയിലും അതിന്റെ കൂടെ പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് ജിമെയിലും ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പൊ എല്ലാ ക്രിയേറ്റേഴ്സും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ചാനലിന്റെ URL കോപ്പി ചെയ്ത്, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ മീൻസ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ചാനലിന്റെ URL നമുക്ക് യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ചാനൽ തിരിച്ചെടുക്കുന്ന സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ചാനൽ മോണിറ്റൈസേഷൻ ആയവർ മാത്രമല്ല, ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിൽ കൂടെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ ഒരു ചാനൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, നമ്മളത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ യൂട്യൂബ് ആദ്യം ചോദിക്കുന്നത് ഏത് ചാനലാണ്, അതിന്റെ URL ആണ് ചോദിക്കുക. അപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യൂട്യൂബിലേക്ക് പെട്ടെന്ന് കടന്നു വന്നവരായതുകൊണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം ചാനലിന്റെ URL എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ നമ്മൾ ആ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ എന്ന് കാണാം. ഈ ഒരു കസ്റ്റമൈസേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബേസിക് ഇൻഫോ എന്ന് കാണാം. ഈ ഒരു ബേസിക് ഇൻഫോ എന്നുള്ള ഭാഗത്ത് നിന്ന് താഴോട്ട് നോക്കും, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ കാണാം ചാനലിന്റെ URL എന്ന് പറഞ്ഞിട്ട് ഒരു URL. അപ്പൊ ഇതാണ് നമ്മുടെ ചാനലിന്റെ URL. അപ്പൊ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ URL ചോദിക്കുമ്പോൾ ഈ URL ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു URL നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് നിങ്ങൾക്ക് കാണാം ഇവിടെ തന്നെ ചാനലിന്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് നമുക്ക് കസ്റ്റം URLനൊക്കെ പകരമായിട്ട് ഇപ്പോൾ ചാനലിന്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ID ആണ്. അപ്പൊ ഈ ഒരു ID നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചാനലിന്റെ URLന് കൂടെ ഈ ഒരു ചാനലിന്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹാൻഡിൽ കൂടി നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ചാനലിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞ ശേഷം ഈ ഒരു ചാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. ഈ ഒരു മാനേജ് യൂട്യൂബ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പേജ് വരും. അപ്പൊ ഇവിടെ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്ക് യൂസർ ഐഡിയും ചാനൽ ഐഡിയും കാണാം. അപ്പൊ നേരത്തെ നോട്ട് ചെയ്തതിന്റെ കൂടെ ഈ ഒരു യൂസർ ഐഡിയും ചാനൽ ഐഡിയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലോ കലണ്ടറിൽ എവിടെയെങ്കിലും നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ പറ്റാതെ വരരുത്. പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കതിൽ നിന്ന് ശ്രമിക്കാനെങ്കിലും പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചാനലിന്റെ ID അതുപോലെ ചാനലിന്റെ URL ഹാൻഡിലൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇനി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് ഞാൻ മുമ്പേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പലർക്കും ഇത് അറിയാത്തത്
അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പബ്ലിഷർ ID ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.